നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ അതിപ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. പല്ലി വീണ ദോഷം എങ്ങനെ മാറ്റാം? ശരടി ശാന്തി, ശരടി പതനം എന്നീ രണ്ട് ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നിരവധി വീഡിയോകൾ ഇപ്പോൾ ചെയ്തു. ആദ്യകാലങ്ങളിൽ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഗ്രന്ഥത്തിന്റെ അതേ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ നാം ഏതാനും വീഡിയോകൾ ചെയ്യുകയായിരുന്നു. അതിൽ 5 വീഡിയോകൾ ചെയ്തു കഴിഞ്ഞു. അതിന്റെ തുടർച്ചയായിട്ടുള്ള 6ാമത്തെ വീഡിയോ ആണ് ഇന്ന്. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക. വിലപ്പെട്ട അറിവാണ് അതിലുള്ളത്. ഇതുവരെ ആരും പറയാത്ത അറിവുകളാണ്. പല്ലി വീണ ദോഷങ്ങൾ എങ്ങനെ മാറ്റാം? കടുത്ത ദോഷങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്യേണ്ട പരിഹാര കർമ്മങ്ങളെയാണ് വിശദമായിട്ട് നാം പറയുന്നത്. പഞ്ചഗവ്യം, പഞ്ചാമൃതം, പഞ്ചപല്ലവം, പഞ്ചരത്നം, സപ്തമൃത്തിക എന്നിവയൊക്കെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള വിശദമായിട്ടുള്ള അവലോകനമാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. ഒരു പല്ലി നിങ്ങളുടെ ശരീരത്തിൽ വീണാൽ അതിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ മുൻ വീഡിയോകളിൽ പ്രതിപാദിച്ചു കഴിഞ്ഞു. എന്നാൽ ഒരു വലിയ ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ ബാക്കിയായിട്ടുണ്ടാകാം. ആയുർദോഷം പോലെയുള്ള കഠിന ദോഷങ്ങളാണ് അതിലൂടെ ഫലമായിട്ട് വരുന്നതെങ്കിൽ ആ ദോഷം എങ്ങനെ മാറ്റാം? പല്ലി പതനത്തിന്റെ ഫലങ്ങൾ മാത്രമല്ല, അതിന്റെ പരിഹാര മാർഗങ്ങളും അവയൊക്കെ കൃത്യമായി തന്നെ ശരടി ശാന്തിയിൽ പറഞ്ഞു തരുന്നു. അതായത് പഞ്ചഗവ്യം മുതൽ സപ്തമൃത്തിക വരെ ആത്മീയ ശുദ്ധിയുടെയും ദോഷപരിഹാരത്തിന്റെയും ഒരു സമ്പൂർണ്ണ മാർഗരേഖയാണ് ഈ ശാസ്ത്രം. പഞ്ചഗവ്യം, പഞ്ചാമൃതം, പഞ്ചപല്ലവം, പഞ്ചരത്നം, സപ്തസ്മൃതിക എന്നിങ്ങനെ 5 പരിഹാര മാർഗങ്ങളെ വിശദമായിട്ട് നാം പരിശോധിക്കുകയാണ്. ആദ്യം നമുക്ക് പഞ്ചഗവ്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കായിട്ട് പറയുന്നു. ദോഷ നിവാരണത്തിന്റെ പ്രഥമ മാർഗമാണ് പഞ്ചഗവ്യ ഉപയോഗം. ഏറ്റവും വിശേഷപ്പെട്ട ഫലം നൽകുന്നതാണ് പഞ്ചഗവ്യ ഉപയോഗം. പഞ്ചഗവ്യം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന് നോക്കാം. അതിനായിട്ട് താമ്രഭാജനം അഥവാ ചെമ്പ് പാത്രമാണ് ഉപയോഗിക്കേണ്ടത്. ഓരോ ചേരുവ ചേർക്കുമ്പോഴും പ്രത്യേകം മന്ത്രങ്ങൾ ജപിക്കേണ്ടതായിട്ടുമുണ്ട്. അതെല്ലാം തന്നെ പറയുന്നുണ്ട്. ഗോമൂത്രം ചേർക്കുമ്പോൾ ഗായത്രി മന്ത്രത്തെയാണ് ജപിക്കേണ്ടത്. ഗോമയം അഥവാ ചാണകം ചേർക്കുമ്പോൾ ഗന്ധദ്വാരാം ദുരാദർശാം എന്നുള്ള മന്ത്രമാണ് ചൊല്ലേണ്ടത്. ക്ഷീരം അഥവാ പാൽ ചേർക്കുമ്പോൾ ആപ്യായസ്യ സമേതുതേ എന്ന മന്ത്രത്തെ ചൊല്ലണം. ദധി അഥവാ തൈരാണ് ചേർക്കുന്നത് എങ്കിൽ ദധിക്രാവണു അകാരിഷം തുടങ്ങിയ മന്ത്രത്തെ ചൊല്ലണം. ആജ്യം അഥവാ നെയ്യാണ് ചേർക്കുന്നതെങ്കിൽ തേജോസി ശുക്രമസി എന്ന മന്ത്രത്തെ ചൊല്ലുക. കുശോദകം അഥവാ ദർഭ കൊണ്ടുള്ള വെള്ളം, ദർഭമായിട്ടുള്ള വെള്ളമാണ് ചേർക്കുന്നതെങ്കിൽ ദേവസ്യത്വാ സവിദുഹു എന്ന മന്ത്രത്തെ ചൊല്ലുക. ഇപ്രകാരം വിശേഷ മന്ത്രങ്ങളെ ജപിച്ചുകൊണ്ട് ഈ പഞ്ചഗവ്യം, 5 ഗവ്യങ്ങൾ, അതായത് ഗോവിൽ നിന്നെടുത്ത 5 കാര്യങ്ങൾ ചേർത്തുകൊണ്ട് പഞ്ചഗവ്യം തയ്യാറാക്കുക. അത് ശരീരത്തിൽ തളിക്കുക. അത് സേവിക്കുന്നതും പല്ലി പതനത്തിന്റെ ദോഷത്തെ ഇല്ലാതാക്കും. പ്രത്യേകിച്ച് ദോഷകരമായിട്ടുള്ള സ്ഥാനങ്ങളിൽ പല്ലി പതിച്ചാലാണ് ഇത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തേത് പഞ്ചാമൃത പരിഹാരം. ഇത് ദേവപ്രീതിക്കായിട്ടാണ് ചെയ്യുന്നത്. പഞ്ചഗവ്യ ശുദ്ധി ചെയ്യുന്നത് ശുദ്ധിക്കായിട്ടാണെങ്കിൽ പഞ്ചാമൃതം പ്രയോഗിക്കേണ്ടത് ദേവപ്രീതിക്കാണ്. ആദ്യം നമുക്ക് ചേരുവകളൊന്ന് നോക്കാം. ആജ്യം അഥവാ നെയ്യ്, ദധി അഥവാ തൈര്, ക്ഷീരം അഥവാ പാല്, മാക്ഷികം അഥവാ തേൻ, ഗുഡം അഥവാ ശർക്കര. ഈ 5ഉം ചേർന്നതാണ് ദിവ്യമായിട്ടുള്ള പഞ്ചാമൃതം. പൂജകൾ, വഴിപാടുകൾ, ആത്മീയശുദ്ധി എന്നിവയ്ക്കായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പല്ലി ദോഷകരമായിട്ടുള്ള സ്ഥാനങ്ങളിൽ പതിച്ചാൽ ഈ പഞ്ചഗവ്യം പ്രയോഗത്തിലൂടെ ദേവപ്രീതി വരുത്തുന്നതാണ്. ഇനി മൂന്നാമത്തെ പഞ്ചപല്ലവം എന്താണെന്നും അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നും നോക്കാം. ശുദ്ധി കർമ്മങ്ങളുടെ ശക്തിയാണ് പഞ്ചപല്ലവത്തിലൂടെ നമുക്ക് കിട്ടുക. പഞ്ചപല്ലവം എന്നത് 5 വിശിഷ്ടമായിട്ടുള്ള ഇലകളാണ്. പല്ലവം എന്നാൽ ഇല എന്നർത്ഥം. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അശ്വത്ഥം അഥവാ അരയാൽ, ഉദുംബുരം അഥവാ അത്തി, പ്ലക്ഷം അഥവാ ഇത്തി, ചൂതം അഥവാ മാവ്, നൃഗ്രോധം അഥവാ പേരാൽ എന്നിങ്ങനെ 5 ഇലകൾ എടുക്കുന്നതിനെയാണ് പഞ്ചപല്ലവം എന്ന് പറയുന്നത്. ഈ പഞ്ചപല്ലവത്തിൽ 4 നാൽപ്പാമരത്തിൽ ഗണത്തിൽ വരുന്നതാണ്. അതിൽ കൂടാതെ മാവിലെയാണ് പ്രത്യേകമായിട്ട് വന്നിട്ടുള്ളത്. ഇത് കലശപൂജയ്ക്കും ശുദ്ധികർമ്മങ്ങൾക്കും പുണ്യാഹങ്ങൾക്കും ഉപയോഗിക്കുന്നു. സർവകർമ്മങ്ങൾക്കും ശോഭനമായിട്ടാണ് ഈ പഞ്ചപല്ലവങ്ങളെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് കലശം തുടങ്ങിയ കാര്യങ്ങളിൽ ഈ പഞ്ചപല്ലവങ്ങൾ ഉപയോഗിക്കുന്നത്. ഇനി നാലാമത്തെ പഞ്ചരത്നങ്ങളുടെ പ്രാധാന്യം ഒന്ന് പരിശോധിക്കാം. പഞ്ചരത്നങ്ങൾ എന്നത് ഐശ്വര്യത്തിന്റെ ചിഹ്നമാണ്. ഇനി പഞ്ചരത്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. സുവർണം അഥവാ സ്വർണം, രജതം അഥവാ വെള്ളി, മുക്ത അഥവാ മുത്ത് അഥവാ പേൾ, രാജാവർത്തം നീലക്കല്ലാണത്. അതിന് ലാപ്പൂസ് ലസൂലി എന്ന് പറയും. ഇന്ദ്രനീലത്തിന്റെ ഉപരത്നമാണത്. 5ാമത്തെ രത്നം പ്രവാളകം അഥവാ പവിഴമാണ്. ഇതിൽ സ്വർണവും വെള്ളിയും
ലോഹങ്ങളാണെങ്കിലും പഞ്ചരത്നങ്ങളുടെ കൂട്ടത്തിൽ ഈ സ്വർണത്തെയും വെള്ളിയെയും കൂട്ടിയിട്ടുണ്ട്. ശാന്തികർമ്മങ്ങൾ, കലശപൂജകൾ, ദോഷനിവാരണ പൂജകൾ ഇവയ്ക്കൊക്കെയാണ് പഞ്ചരത്നങ്ങൾ ഉപയോഗിക്കുന്നത്. ഇവ ശുദ്ധിയും ഐശ്വര്യവും പൂർണ്ണമായിട്ട് നൽകുന്നു എന്നാണ് വിശ്വാസം. ഇനി അഞ്ചാമത്തെ ദോഷപരിഹാരമായിട്ടുള്ള സപ്തസ്മൃതിക എന്താണെന്ന് നോക്കാം. അത് ഭൂമിയുടെ ശക്തിയാണ്. പല്ലി പതനദോഷം മാറ്റാനായിട്ട് ഉപയോഗിക്കാവുന്ന 7 വിശിഷ്ട മണ്ണുകളാണ് സപ്തസ്മൃതികകൾ. സപ്തം എന്നാൽ 7ആണ്, സ്മൃതിക മണ്ണാണ്. പ്രധാനമായിട്ടും സ്ഥലശുദ്ധിയും ശുദ്ധീകരണവുമാണ് ഇതിൻ്റെ കൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അവ ഏതൊക്കെയാണ് എന്ന് നോക്കാം. അശ്വസ്ഥാനം അഥവാ കുതിരാലയം, കുതിരയുടെ കൂട് അല്ലെങ്കിൽ വീട് എന്നൊക്കെ പറയാം, അവിടെയുള്ള മണ്ണ് ആണ്. ഗജസ്ഥാനം അഥവാ ആനപ്പന്തി, ആന നിൽക്കുന്ന, ആന ചവിട്ടിയ മണ്ണ്. വാൽമീകം അഥവാ ചിതൽപുറ്റ്. സംഗമം അഥവാ നദികളുടെ സംഗമസ്ഥാനത്തുള്ള മണ്ണ്. 6ാമത്തെ മണ്ണ് ഹ്രദമാണ്. കുളം അഥവാ മട എന്നീ സ്ഥലങ്ങളിലെയൊക്കെ മണ്ണിനെയാണ് ഹ്രദം എന്ന് പറയുന്നത്. രാജദ്വാരം, രാജകൊട്ടാരത്തിനോട് ചേർന്നുള്ള മണ്ണ്. 7ാമത്തത് ഗോഗോഷ്ടമാണ്, അതായത് പശുത്തൊഴുത്തിനോട് ചേർന്നുള്ള അല്ലെങ്കിൽ പശുത്തൊഴുത്തിലെ മണ്ണ്. ഇങ്ങനെ 7 സ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മണ്ണിനെയാണ് സപ്തസ്മൃതിക എന്ന് പറയുന്നത്. ഈ മണ്ണുകൾ ശേഖരിച്ചുകൊണ്ട് കലശത്തിൽ നിക്ഷേപിക്കുക, എന്നിട്ടത് ശാന്തികർമ്മങ്ങളിൽ ഉപയോഗിക്കുക. അതീവ ദോഷനിവാരണ ശേഷിയുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഇനി നമുക്ക് ഇതിന്റെ സമഗ്രമായിട്ടുള്ള വിശദീകരണ പരിശോധനയിലേക്ക് കടക്കാം. പല്ലി പതനം മൂലമുള്ള കടുത്ത ദോഷങ്ങൾ നീക്കാനായിട്ട് പഞ്ചഗവ്യം കൊണ്ട് ശരീരശുദ്ധി ചെയ്യുക, പഞ്ചാമൃതം കൊണ്ട് ദേവനെ പ്രീതിപ്പെടുത്തുക, അതായത് ദൈവാധീനം വർദ്ധിപ്പിക്കുക, പഞ്ചപല്ലവം കൊണ്ട് കർമ്മത്തിൽ ശോഭ കൊണ്ടുവരിക. പഞ്ചരത്നം പൊതുവെ ആ വ്യക്തിക്ക് ഐശ്വര്യത്തെ നൽകുന്നു. സപ്തമൃത്തികയാകട്ടെ ഭൂമിയുടെ ശുദ്ധിയും ശക്തിയും നിങ്ങളിലേക്ക് എത്തിക്കാനും അതുവഴി ദോഷത്തെ ഇല്ലാതാക്കാനും സാധിക്കുന്നു. ഇവയെല്ലാം ചേർന്നാണ് പൂർണ്ണമായിട്ടുള്ള പരിഹാരം. ഈ ശാസ്ത്രം നമ്മളോട് പറയുന്നത് പ്രകൃതി നൽകുന്ന സൂചനകൾ അവഗണിക്കരുത് എന്നാണ്. ഓരോ സംഭവത്തിനും ഒരു ആത്മീയ അർത്ഥങ്ങളുണ്ട്. പല്ലി വീഴുക എന്നത് ഒരു യാദൃശ്ചിക സംഭവം മാത്രമല്ല, ഒരു മുന്നറിയിപ്പും അതോടൊപ്പം പരിഹാരത്തിനുള്ള ശ്രമത്തിലേക്കുള്ള വിരൽ ചൂണ്ടലുമാണ് അത് പറയുന്നത്. നിങ്ങൾക്ക് പല്ലി വീണ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതിനുശേഷം നിങ്ങൾ എന്തെങ്കിലും പരിഹാരം ചെയ്തിട്ടുണ്ടോ? ഒരുപക്ഷെ ഈ അറിവുകളൊന്നും തന്നെ മുമ്പ് ആരും യൂട്യൂബ് വീഡിയോകളിലൂടെ ഒന്നും പറഞ്ഞു തന്നിട്ടുണ്ടാകില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്രകാരം നിങ്ങൾ ഈ പരിഹാര മാർഗങ്ങൾ നിങ്ങൾക്ക് താല്പര്യകരമായി എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റായിട്ട് പങ്കുവയ്ക്കുക. ഇത്തരത്തിലുള്ള അപൂർവമായിട്ടുള്ള ജ്യോതിഷ രഹസ്യങ്ങളും പരിഹാര മാർഗനിർദ്ദേശങ്ങളുമായി പുരാതന ശാസ്ത്രങ്ങളെ അറിഞ്ഞുകൊണ്ട് നമുക്ക് ഇനിയും വീഡിയോകളിലൂടെ കണ്ടുമുട്ടാം. അതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്തു വെക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക, ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്ത വീഡിയോകളിൽ ഒട്ടേറെ ഗൂഢ രഹസ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.